കെ രമ പി മോഹനനെ കുടുക്കുവാൻ വേണ്ടി ആസൂത്രണം ചെയ്തു എന്നുള്ള ആരോപണമാണ് ഇവിടെ ലിജീഷ് പറയുന്നത്. പി മോഹനെ വെറുതെ വിട്ടല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. ഇതെല്ലാം CPM-ന്റെ പങ്കാളിത്തം ഇല്ല എന്ന് സമർത്ഥിക്കുന്നതിന് പര്യാപ്തമാണോ? രണ്ട് നേതാക്കൾ കൂടി ഇപ്പോൾ വന്നിരിക്കുകയല്ലേ കുറ്റക്കാരുടെ പട്ടികയിലേക്ക്? അതെ അതെ മഞ്ജുഷ്, തീർച്ചയായിട്ടും രണ്ടുപേര് ചെറിയ ആളുകളല്ല, ഏരിയ കമ്മിറ്റി മെമ്പർമാരാ. നേരത്തെ കണ്ണൂർ ജില്ലയിലെ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പർ കുഞ്ഞനന്ദൻ, ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. രണ്ടാമത് കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന KK കൃഷ്ണൻ. ഈ രണ്ടുപേരും രണ്ട് പ്രമുഖ നേതാക്കന്മാരാണ് CPM-ന്റെ ആളുകൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ശിക്ഷിച്ച ആളുകളുടെ ആ ശിക്ഷ ശരിവെക്കുകയും കൂടാതെ രണ്ടുപേരെ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അവരുടെ ശിക്ഷ തിങ്കളാഴ്ച പറയും. അങ്ങനെ പറയുന്നത് ഇപ്പൊ മോഹനനെ വിട്ടതുകൊണ്ട് ആണല്ലോ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മോഹനെ വിട്ടത് അത് ഈ കോടതിയാണ്. ഇത് മുകളിൽ കോടതിയുണ്ട്. ഞങ്ങളെടുത്ത് തെളിയിക്കാനുള്ള എല്ലാ സംഗതികളുമുണ്ട്. അതുകൊണ്ട് അതിലൊന്നും അധികം നിഗളിക്കേണ്ടതില്ല. CPM-ന് ഇതിനകത്തുള്ള പങ്ക് വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നതാണ്. ഇതിനവർക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ബഹുമാനപ്പെട്ട CPM-ന്റെ ആളാരാണ് പങ്കെടുക്കുന്നത് എനിക്കറിയില്ല. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ലിജീഷ് ആണ്. ലിജീഷ്, എന്താണെന്ന് പിന്നെ ഈ വിധിയെ സ്വാഗതം ചെയ്തത്? അത് ഏതർത്ഥത്തിലാണ് വിധിയെ സ്വാഗതം ചെയ്തതെന്ന് CPM? അപ്പൊ ഈ ആളുകളൊന്നും ഏരിയ കമ്മിറ്റി മെമ്പർമാരൊന്നും CPM അല്ലേ? CPM-ന്റെ ആളുകളാണല്ലോ ഭൂരിഭാഗം ആളുകൾ. രണ്ട് ജില്ലയിലെ ആളുകളാണല്ലോ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടും ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഡബിൾ റോൾ കളിക്കുകയാണ് ഇപ്പൊ CPM. എങ്ങനെയാണ്? വലിയ ആഘാതമാണ് പാർട്ടിക്ക് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഹൈക്കോടതിയുടെ വിധി. അവര് പറയുന്ന വാദങ്ങൾ മുഴുവൻ പൊളിഞ്ഞ് പാളീസാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പം മോഹൻ മാഷ് ഉപയോഗിച്ചിരുന്ന ഫോണ്, ആ ഫോണിന്റെ ടവർ ലൊക്കേഷനും ഈ പ്രതികൾ സഞ്ചരിച്ച ടവർ ലൊക്കേഷനും ഒക്കെ കണ്ടുപിടിക്കാൻ കോടതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഫോണ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതൊക്കെ തെളിയിക്കാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളുണ്ട്. ഇനി ഇതിന്റെ അപ്പീലുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് തെളിയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ രണ്ട് ജില്ലയിലെ ആളുകൾ നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ മുകളിലുള്ള കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അറിയാതെ ഈ ഇവിടുത്തെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർക്ക് ഇത് നടത്താൻ സാധിക്കുമോ? കണ്ണൂർ ജില്ലാ സെക്രട്ടറി അറിയാതെ കണ്ണൂരെ ഏരിയ കമ്മിറ്റി മെമ്പർക്ക് ഇതിനകത്ത് പങ്കാളിത്തമുണ്ട്. എന്തിനാ ഈ രണ്ട് ജില്ലയിലെ നേതാക്കന്മാർ ഒരു കൃത്യത്തിൽ പങ്കാളികളായത്? എന്തിനാ? അത് പാർട്ടിയുടെ ഈ CPM-ന്റെ സംഘടനാ സംവിധാനം അറിയുന്ന ആർക്കാ അത് അറിഞ്ഞുകൂടാത്തത്? ഈ രണ്ട് ഏരിയയിൽ ജില്ലകൾ കേന്ദ്രീകരിച്ച് തമ്മിൽ യോജിച്ച് ഒരു കാര്യം നടത്തുമ്പോൾ സ്റ്റേറ്റ് നേതൃത്വവും അവിടെയുള്ള ജില്ലാ നേതൃത്വവും അറിയാതിരിക്കില്ല എന്ന്, അവരുടെ അനുവാദവും അവരുടെ സമ്മതവും ഉണ്ടാവില്ല എന്നുള്ളത്, അവരുടെ പങ്കാളിത്തം ഉണ്ടാവില്ല എന്നുള്ളത്, അതൊക്കെ വാദങ്ങളാണ് മഞ്ജുഷ. ആ വാദങ്ങളൊക്കെ എപ്പോഴോ പൊടിഞ്ഞു പോയി, എപ്പോഴോ പൊടിഞ്ഞു തീർന്നു. അതാണ് മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ടതിന്, അല്ലെങ്കിൽ കീഴ്ക്കോടതി വെറുതെ വിട്ട മോഹനൻ മാസ്റ്റർക്ക് ഹൈക്കോടതി ശിക്ഷ വിധിച്ചില്ലല്ലോ എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞായിരിക്കും ഡിഫൻസ് എന്ന കാര്യം താങ്കൾക്ക് ഉറപ്പാണല്ലോ. അതിൽ ഈ പൂക്കടയിൽ നടത്തിയ ഗൂഢാലോചന അത് കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുവാനുള്ള ഒരു കാര്യം, അതെന്തായാലും ഇവിടെ ലിജീഷും അക്കാര്യം പറഞ്ഞിരുന്നു. അത് കെട്ടിച്ചമച്ചതല്ലേ, മോഹനൻ മാസ്റ്ററെ കൊണ്ടുവന്നതല്ലേ, അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചതല്ലേ. ഇന്ന് MP ഗോവിന്ദൻ പറയുന്നു മോഹനൻ മാസ്റ്ററെ വലിയ ഭീകരവാദിയെ എന്ന പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയല്ലേ ചെയ്തത്. ഇതെല്ലാം CPM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിരോധങ്ങളാണ്. അത് വരും ദിവസങ്ങളിലും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ പറയുന്ന KK കൃഷ്ണനെയോ ജ്യോതി ബാബുവിനെയോ ഒന്നും അവർ വലിയ നേതാക്കളായി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ. അതെങ്ങനെ കാണാതിരിക്കും? അത് അവരുടെ വെറും വാദങ്ങൾ മാത്രമാണ് മഞ്ജുഷ്. കാരണം കുഞ്ഞനന്ദൻ വലിയ നേതാവല്ലേ? കുഞ്ഞനന്ദൻ ആരാണ്? കുഞ്ഞനന്ദൻ ഏരിയ കമ്മിറ്റിയാണെങ്കിലും കേന്ദ്ര കമ്മിറ്റിയുടെ പവറാണ് കുഞ്ഞനന്ദനുള്ളത്. പക്ഷെ കുഞ്ഞനന്ദനെ കുടുക്കിയതാണെന്നാണല്ലോ ഇപ്പോഴും പറയുന്നത് തിരുവനന്തപുരത്തെ പോലീസ്. അപ്പൊ അല്ല, കുഞ്ഞനന്ദന് ശിക്ഷ കോടതി ശരിവെച്ചല്ലോ. കോടതി ശരിവെച്ച് അത് ഇവർ അംഗീകരിച്ചോ? മോഹനനെ വിട്ടത് അംഗീകരിക്കുമ്പോൾ ഇതും അംഗീകരിക്കണമല്ലോ. മോഹനനെ വിട്ടത് അത് മോഹനൻ പങ്കാളിയല്ല എന്ന് അവർ അംഗീകരിക്കുന്നു. കോടതി പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നു. അപ്പൊ കോടതി പറഞ്ഞ ഈ രണ്ട് ഏരിയ കമ്മിറ്റി മെമ്പർമാരും ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ഒക്കെ ചെയ്തത് ശരിയാണെന്ന് അവർ അംഗീകരിക്കണ്ടേ? അതെങ്ങനെയാ ഒരു കാര്യത്തിന് രണ്ട് അംഗീകാരങ്ങളുണ്ട്, രണ്ട് വാദങ്ങൾ ഉണ്ടാവും? എങ്ങനെയാ അവിടെ എങ്ങനെയാ അവർക്ക് പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക? അതൊന്നും പറ്റില്ല മഞ്ജുഷ്. അതൊക്കെ തീർന്നു കഴിഞ്ഞു. ഇത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കും എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇനി അവർ എന്ത് വാദങ്ങൾ കൊണ്ടുവന്നിട്ടും ഒരു കാര്യമുണ്ട്. ഒറ്റ കാര്യം അവർ പറഞ്ഞത്, എന്തിനാണ് ചന്ദ്രശേഖരനെ കൊന്നത്? എന്തായിരുന്നു ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റ്? ചന്ദ്രശേഖരൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ല. ചന്ദ്രശേഖരൻ ഒരു പെറ്റി കേസ് പോലുമില്ല.
അങ്ങനെ ഇല്ലാത്ത ഒരാളെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിന്റെ, ഒരു വ്യത്യസ്തമായ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് ആ നിലപാടുമായി മുന്നോട്ട് പോയതിന്റെ പേരിലാണല്ലോ ഇവിടെ കൊല ചെയ്യപ്പെട്ടത്. അതങ്ങ് പറയണം അവര് പൊതുജനത്തിനോട് എന്തിനു കൊന്നു എന്നതിനെ സംബന്ധിച്ച്. അല്ലാതെ മറ്റു വാദങ്ങളൊന്നും നിലനിൽക്കില്ല മഞ്ജുഷ. അതൊക്കെ അവർക്ക് ഇങ്ങനെ പറഞ്ഞ് കുറെ കാലം പറഞ്ഞു പോകാം. ഈ ഇലക്ഷന് അത് പ്രതിരോധിച്ച് നിൽക്കാം. പ്രതിരോധമൊന്നും എവിടെയും ഏറ്റാൻ പോകുന്നില്ല. കാരണം ഇതിന്റെ മുകളിലേക്ക് ഇപ്പോ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ ഹൈക്കോടതിയിലുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ അത് എടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഞങ്ങളുടെ ഭാഗത്ത്, ഈ അപ്പീൽ കഴിയാൻ വേണ്ടി നിന്നതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഇത് പി മോഹനെയും മറ്റു പ്രതികളെയും വിട്ടയച്ചതിനെതിരെയുള്ള മേൽക്കോടതിയിലേക്കും ഞങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പോകും. ഒറ്റ കാര്യം കൂടി ശ്രീമതി KK രമ, ഇത് ദൃക്സാക്ഷികൾ ഇല്ലാത്ത ഒരു കേസാണ്. ഇതിൽ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ ഫോൺ റെക്കോർഡുകളും ഒക്കെ വെച്ചുള്ള ഒരു വലിയൊരു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ KK കൃഷ്ണൻ വരെ എത്തി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ പോരാട്ടം, താങ്കളുടെ പോരാട്ടം. പി മോഹനിലേക്ക് അടുത്തതായി എത്തണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ ശ്രീമതി KK രമ ഇനി ഇതിൽ അടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ കൊണ്ട് തീർക്കേണ്ടി വരും എന്നാണോ? CBI അന്വേഷണത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ട്രയലിന്റെ കാര്യമാണ്, ഇപ്പോഴത്തെ ഈ കോടതി നടപടികളുടെ കാര്യമാണ്. അല്ല മഞ്ജുഷ, ഒരിക്കലും അല്ല. പി മോഹനിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമല്ല, പി മോഹൻ എന്നത് മാത്രമല്ല, CPM-ന്റെ ലീഡർഷിപ്പ്, ഇതിനകത്തുള്ള മാസ്റ്റർ ബ്രെയിനുകളുണ്ട്. അവരിപ്പോഴും പിന്നിലാണുള്ളത്. അവർ പുറത്തേക്ക് വന്നിട്ടില്ല. അത് പി മോഹനോ അതിനപ്പുറത്തേക്കുള്ള ആരും. ഇപ്പൊ പി മോഹനെ നമ്മൾ പറയുന്നത് പി മോഹനെ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം പി മോഹനെ ചേർക്കാനുള്ള എല്ലാ സംഗതികളും അന്ന് പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നു. അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ദൃക്സാക്ഷികൾ ഇല്ലാതെയല്ല മഞ്ജുഷി കേസ്. ദൃക്സാക്ഷികളുണ്ട്. ദൃക്സാക്ഷികളെയും കൊണ്ടുകൂടിയാണ് ഈ കേസ് പോയിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെയാണ് കോടതിയിൽ നടന്ന വാദങ്ങൾ. അതൊക്കെ മുന്നോട്ട് തെളിയിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ എത്തിച്ചില്ലേ മഞ്ജുഷ്? 56 സാക്ഷികളാണ് ഈ കേസിൽ കൂറുമാറിയത്. നിങ്ങൾ ഓർക്കണം, 56 പ്രധാനപ്പെട്ട സാക്ഷികളെ. എന്തൊക്കെ തരം വെല്ലുവിളികൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണം കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് നമുക്ക് ഓർമ്മയില്ലേ? അവരുടെ വീടുകൾ, അവരുടെ വീടിന് നേരെ ആക്രമം, അവരുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ, എല്ലാവർക്കും നേരെ ഭീഷണി. ഏതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അധികാരം ഉപയോഗിച്ചുകൊണ്ട്, പണം ഉപയോഗിച്ചുകൊണ്ട് അവരൊക്കെ നടത്തിയിരുന്നത്? ഏതൊക്കെ തരത്തെ വെല്ലുവിളി അതിജീവിച്ചാണ് ഈ കേസ് മുന്നോട്ട് പോയത്? എത്ര സാക്ഷികൾ കൂറുമാറിയ ഒരു കേസ്. ഈ കേസിനെ ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉന്നതങ്ങളിലുള്ള ബന്ധങ്ങളിലും എത്തിക്കാൻ വേണ്ടി കഴിയും. ആ പോരാട്ടം തുടർന്ന് വരും. ഇത് ഞങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇനി ഇത്തരത്തിൽ രാഷ്ട്രീയം പറയുമ്പോൾ, നിലപാട് പറയുമ്പോൾ ഒരു മനുഷ്യനും വെട്ടി അരിയപ്പെടരുത് ഈ നാട്ടിൽ. എല്ലാവരും, അത് ഏത് പാർട്ടിയിലായാൽ പോലും അത് അവസാനിപ്പിക്കണം. അത് തീർച്ചയായിട്ടും അത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു നിൽക്കുന്നത് പറയുന്നതായിരിക്കും ആ പാർട്ടിക്ക് ഏറ്റവും നന്നാവുക. ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി, ഇതിന് നേതൃത്വം കൊടുത്തവരാരായാലും ഇതിനകത്ത് ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കുകയാണ് ആർജവമുള്ള പാർട്ടി എന്ന നിലയ്ക്ക് CPM ചെയ്യേണ്ടത്. ശ്രീമതി KK രമ, ഒറ്റ കാര്യം കൂടി, ആരാണിത്? താങ്കൾ ഇപ്പോഴും മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നുണ്ട്. അതിപ്പോഴും താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല, അത് കോടതി കണ്ടെത്തട്ടെ മഞ്ജുഷ്, കോടതി കണ്ടെത്തട്ടെ. കാരണം അതിനകത്ത് ഞാൻ പറയുന്നത് 2, 3. ഒന്ന്, ഈ ജില്ലാ സെക്രട്ടറിമാർ അറിഞ്ഞിരിക്കും. CPM-ന്റെ ഏരിയ കമ്മിറ്റിയിലെ മെമ്പർമാർ ഇത് നടത്തുമ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറിമാരുടെ അനുവാദവും ജില്ലാ സെക്രട്ടറിമാരുടെ സമ്മതവും ഇല്ലാതെ നടത്തില്ല. ആ ജില്ലാ സെക്രട്ടറിമാർക്ക് അങ്ങനെയൊന്ന് തീരുമാനം ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒരു സമ്മതം കൊടുക്കണമെങ്കിൽ അതിന്റെ മുകളിലുള്ള സ്റ്റേറ്റ് സെക്രട്ടറി അറിഞ്ഞിരിക്കും. സ്റ്റേറ്റ് സെക്രട്ടറി ഒന്നും അറിയാതെ നടന്നത്. പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പർ കുഞ്ഞനന്ദൻ ഇങ്ങനെ ഒരു പ്ലാൻ, ഈ ഒരു കൊലപാതകം പ്ലാൻ ചെയ്യുമ്പോൾ പിണറായി വിജയൻ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയെ ആരായിരുന്നു നമുക്കറിയാലോ. അദ്ദേഹം അറിയാതെ നടത്തില്ല. അതൊക്കെ തെളിയിക്കട്ടെ കോടതി. അവിടേക്കാണ് പോകുന്നത്. അത് തെളിയിക്കണം. അവിടേക്കാണ് പോകുന്നത്. ശരി, നന്ദി ശ്രീമതി KK രമ.